ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മളെ അരിപ്പുട്ട് പുഴുങ്ങിയ പുട്ടാണിത്. പുഴുങ്ങിയ പുട്ട് കൊണ്ട് നമ്മളിന്ന് ഉപ്പുമാവ് ഉണ്ടാക്കാൻ പോവുക. അതിനുവേണ്ടി ഞാൻ 3 സവാള എടുത്തിട്ടുണ്ട്. കുഞ്ഞ് ക്യാരറ്റ് ആയതുകൊണ്ട് 4-5 ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. പച്ചമുളക് എടുത്തിട്ടുണ്ട്, ഇഞ്ചി എടുത്തിട്ടുണ്ട്, വറ്റൽ മുളക്, ഇത്ര ഉഴുന്ന് നമുക്ക് വറുത്ത് ചേർക്കാൻ എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് എല്ലാം അരിഞ്ഞു വയ്ക്കാം. അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പുട്ട് ഞാൻ പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കടുക് വറുക്കാം. നമ്മൾ ചീനിച്ചട്ടി ചൂടായിട്ടുണ്ട്. നമുക്കിനി എണ്ണ ഒഴിക്കാം. ഏകദേശം ഒരു 4 സ്പൂൺ എണ്ണയാണ് ഞാൻ ഒഴിക്കുന്നത്. കടുക് ഇടാം. നമുക്ക് കടുക് പൊട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്ത് ഉഴുന്നിടാം. വറ്റൽമുളക് ഇടാം. കരിയാപ്പില, നമുക്ക് സവാള ഇടാം. നമ്മുടെ ഉഴുന്നൊക്കെ അങ്ങ് ചുമന്നായിരുന്നു. നമ്മുടെ ഇഞ്ചി പച്ചമുളകും ഇടാം. നമുക്ക് ലാസ്റ്റ് ഇട്ടാൽ മതി. ക്യാരറ്റ് ഇതൊക്കെ ഒന്ന് വഴണ്ട് വന്നിട്ടിട്ടാൽ മതി. ഉള്ളി ചുമന്നിട്ടുണ്ട്. ഉള്ളി നമുക്കതിനകത്തോട്ട് ക്യാരറ്റ് ഇടാം. ക്യാരറ്റ് എടുത്ത് വഴട്ടാം. നമുക്കൊരു ശകലം അതിനകത്ത് ഉപ്പിടാം. ഞാൻ പുട്ടിനകത്ത് ഉപ്പുണ്ട്. നമുക്ക് എന്നാലും ഇതിനകത്തൊന്ന് ഉപ്പ് പിടിക്കണ്ടേ. അതിന് നമ്മുടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പുട്ടുപൊടി അങ്ങോട്ട് ഇടാം. പുട്ടിടാം. പൊടിയല്ലല്ലോ, പുട്ടിടാം. പുഴുങ്ങിയ പുട്ടാണ്. അതുകൊണ്ട് ഞാൻ വെള്ളം ചേർക്കുന്നില്ല. ആവി കയറ്റുന്നതേ ഉള്ളൂ. പുട്ടായതുകൊണ്ട് നമുക്കൊന്ന് ഇളക്കാം. ഒന്ന് ആവി കയറ്റാനായിട്ട് നമ്മൾ വെക്കുവാണ്. ചെറിയ തീയിലാണ് വെക്കുന്നത്. ഒന്ന് ആവി കയറി എല്ലാം സെറ്റ് ആവട്ടെ. നമുക്ക് അടച്ചു വയ്ക്കാം. നമ്മുടെ ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇങ്ങോട്ട് മാറ്റാം. ആവി കയറിയിട്ടുണ്ട്. നിങ്ങൾ ട്രൈ ചെയ്യണം. നിങ്ങൾ ഒരു കുറ്റി പുട്ടുണ്ടെങ്കിലും നഷ്ടപ്പെടുത്തി കളയരുത്. ഇങ്ങനെ ഉണ്ടാക്കി പിള്ളേർക്ക് കൊടുക്കണം. നമ്മുടെ ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട്. നിങ്ങളും ട്രൈ ചെയ്യണം. നല്ല ടേസ്റ്റാണ്. ഞാൻ ഇപ്പോൾ എടുത്ത് ടേസ്റ്റ് ചെയ്തപ്പോഴാണെങ്കിൽ നോക്ക്, പിന്നെ റവ ഉണ്ടാക്കുന്നതിനേക്കാൾ ടേസ്റ്റാണ്. നിങ്ങൾ ഒരു കുറ്റി പുട്ടുണ്ടെങ്കിൽ, അരക്കഷ്ണം പുട്ടുണ്ടെങ്കിലും കളയരുത്. നിങ്ങൾ ഇതേപോലെ ഉണ്ടാക്കി നിങ്ങൾ പിള്ളേർക്ക് കൊടുക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണാം.